അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത് 3-ാം ക്ലാസ്സിലെ താരീഖുമായി ബന്ധപ്പെട്ട അർദ്ധവാർഷിക പരീക്ഷയിൽ വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചത് ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴത്തെ വരിയുമായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്ന്, ഹലീമ ബീവിയുടെ ഗോത്രം. ഹലീമ ബീവി ഏത് ഗോത്രക്കാരിയാണ്? ബനു സഅദ് ഗോത്രക്കാരിയാണ്. അപ്പോൾ ബനു സഅദ് എന്ന് ബ്രാക്കറ്റിൽ കാണും, അതെടുത്ത് എഴുതാം. 2, ആമിന ബീവിയുടെ ഗോത്രം. ആമിന ബീവിയുടെ ഗോത്രം ഏതാണ്? മുകളിൽ കാണാം, ബനു സുഹ്റ. 3, ഉമ്മു ഐമൻ. ബ്രാക്കറ്റിൽ കാണാം, ദാസി. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ. ബ്രാക്കറ്റിൽ കാണാം, അബൂ ത്വാലിബ്. 5, സഊദി അറേബ്യയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്ന്. ഏതാണ്? മക്ക. 6, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20-ാമത്തെ പിതാമഹൻ ആരാണ്? അദ്നാൻ എന്നവരാണ്. 7, ക്രിസ്താബ്ദം 571, ഏപ്രിൽ 21. അന്നാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം. റബീഉൽ അവ്വൽ 12 ആണ്. 8, സിറിയയിലുള്ള സ്ഥലം ബുസ്ര എന്ന് പറയും. ഇനി വർഷം വ്യക്തമാക്കാം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹലീമ ബീവിയുടെ കൂടെ ഉണ്ടായിരുന്നത് എത്ര വർഷമാണ്? 2 വർഷം. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ സ്വന്തം സംരക്ഷണത്തിൽ കഴിഞ്ഞത് എത്ര വർഷമാണ്? അവിടെയും 2 വർഷം തന്നെയാണ്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലായിരുന്നത് അബൂ ത്വാലിബിൻ്റെ കൂടെ 42 വർഷക്കാലം. 4, നബി കുടുംബം മലഞ്ചെരുവിൽ താമസിച്ചത് എത്ര വർഷമാണ്? അത് 3 കൊല്ലാണ്. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. 1, ഖദീജ ബീവിയുടെ ഗുണങ്ങൾ. ഉത്തരം: കാര്യസ്ഥത, ബുദ്ധികൂർമ്മത, ഭർതൃസ്നേഹം, ഔദാര്യം. ഇതൊക്കെ അവിടുത്തെ ഗുണങ്ങളാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിക്കപ്പെട്ടു 7-ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്തത്. ഉത്തരം: 7-ാം ദിവസം അഖീഖത്ത് അറുത്തു. 1, ഖുറൈശികളെ ക്ഷണിച്ചു. 2, സദ്യ നൽകി. 3, മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം 1, ഹജറുൽ അസ്വദ് യഥാർത്ഥ സ്ഥാനത്ത് ആര് വെക്കും എന്ന കാര്യത്തിൽ അബു ഉമയ്യത്തുൽ മഖ്സൂമിയുടെ അഭിപ്രായം എന്ത്? ഉത്തരം: ഇനി മസ്ജിദുൽ ഹറമിലേക്ക് ആദ്യമായി കടന്നു വരുന്നയാളെ മധ്യസ്ഥനാക്കാം. ചോദ്യം 2, ഖുറൈശികൾ കഅബ പുതുക്കി പണിയാൻ തീരുമാനിച്ചു. കാരണമെന്ത്? ഉത്തരം: മക്കയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കം കാരണം കഅബ ഷരീഫിന് കേടുപാടുകൾ സംഭവിച്ചു. ചോദ്യം 3, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹ അന്വേഷണം നടത്തി. ഏത് അടിസ്ഥാനത്തിൽ? ഉത്തരം: വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ ഗുണം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 4, സിറിയയിലേക്കുള്ള യാത്രക്കിടയിൽ മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനിടയായ നസ്തൂറ പറഞ്ഞത് എന്ത്? ഉത്തരം: ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു നബിയല്ലാതെ മറ്റാരുമല്ല. തൗറാത്തിൽ പറയപ്പെട്ട ആദ്യ പ്രവാചകർ ഇദ്ദേഹം തന്നെയാണ്. 5. മക്കയിൽ ഒരു കഠിന
വരൾച്ചയുണ്ടായി. വെള്ളമില്ലാതെ വിഷമത്തിലായ ജനങ്ങൾ അബൂ ത്വാലിബിനെ സമീപിച്ചു, സങ്കടപ്പെട്ടു. അപ്പോൾ അബൂ ത്വാലിബ് ചെയ്തത് എന്ത്? ഉത്തരം: അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൂട്ടി കഅബ ഷരീഫിൽ ചെന്നു. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉയർത്തിപ്പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവിരൽ കൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ മഴ വർഷിക്കുകയുണ്ടായി. ഇനി അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. 1. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ ധനികയായിരുന്നു. ഡാഷ് ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഡാഷ് വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ചു. പൂരിപ്പിച്ചു കൊടുക്കാം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ ധനികയായിരുന്നു. ധനം മുഴുവനും ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ചിലവഴിച്ചു. ഡാഷ് അവിടെ 25 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജീവിച്ചു. ഖദീജ ബീവിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡാഷ് കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. അവിടെ 6 കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്. ഖദീജ ബീവി ഡാഷ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഡാഷ് വരെ ചെയ്തിട്ടില്ല. അവിടെ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. ഇനി അടുത്ത പ്രവർത്തനമാണ്. ഇവരുടെ പേരെഴുതാം. 1. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മാതാവ്. ഉത്തരം: ഹാജറ ബീവി. ഇനി അടുത്തത് 2. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ചോദ്യം 3. ആമിന ബീവിയുടെ പിതാവ്. ആമിന ബീവിയുടെ പിതാവിൻ്റെ പേര് വഹബ് എന്നാണ്. ചോദ്യം 4. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ്. പിതാവിൻ്റെ പേര് ഖുവൈലിദ്. 5. അബ്ദുള്ള എന്നവരുടെ പിതാവ്. അത് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.